ഒരു ജോബിന് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ജോബ് വേക്കൻസിയൊക്കെ തേടി കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാതെയും നിങ്ങൾക്കൊരു ജോബ് ഇന്റർവ്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, ഐ ഗിവ് യു എ സിമ്പിൾ ടിപ്പ്. പ്ലീസ് യൂസ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എഫക്റ്റീവ്ലി. കാരണം ഇന്ന് വേൾഡിലെ റിനൗണ്ട് ആയിട്ടുള്ള കമ്പനീസിലെ റിക്രൂട്ടേഴ്സ്, ഹെഡ് ഹണ്ടേഴ്സ്, സോഴ്സേഴ്സ്, അതുപോലെ തന്നെ HR പ്രൊഫഷണൽസ് ഒക്കെ അവരുടെ കമ്പനീസിലെ ക്രൂഷ്യൽ ജോബ് പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ കാൻഡിഡേറ്റ് പ്രൊഫൈൽസ് സെർച്ച് ചെയ്യാറുണ്ട്. കാരണം ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം കുറച്ചുകൂടി ഓത്തന്റിക് ആണ്, കുറച്ചുകൂടി റെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള കാൻഡിഡേറ്റ് പ്രൊഫൈൽസിന്റെ ആക്ടിവിറ്റീസ്, എൻഗേജ്മെന്റ്സ്, അവരുടെ ലിങ്ക്ഡിൻ കണക്ഷൻസ്, അവർക്ക് കിട്ടിയിരിക്കുന്ന റെക്കമെൻഡേഷൻസ് ഫ്രം ദെയർ മാനേജേഴ്സ് ഓർ ഫ്രം ദെയർ കൊളീഗ്സ്, അതൊക്കെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമ്പോൾ ദിസ് കാൻഡിഡേറ്റ് ഈസ് ഐഡിയൽ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് റോൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദീസ് റിക്രൂട്ടേഴ്സ് റീച്ച് ഔട്ട് ടു ദീസ് കാൻഡിഡേറ്റ്സ് ടു സീ വെദർ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് റോൾ. കാരണം ഈ കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ ആക്റ്റീവ്ലി ജോബ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല, ബിക്കോസ് ദേ വുഡ് ബി വർക്കിംഗ് വിത്ത് സം അതർ കമ്പനീസ്. കാരണം ദേ വുഡ് ബി പാസീവ് കാൻഡിഡേറ്റ്സ്. സോ ദീസ് റിക്രൂട്ടേഴ്സ് ട്രൈ ടു റീച്ച് ഔട്ട് ടു ദീസ് കാൻഡിഡേറ്റ്സ് സീയിങ് ദെയർ പ്രൊഫൈൽ. ഈ റിക്രൂട്ടേഴ്സ് ഒക്കെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ബൂളിയൻ സെർച്ചസ്. കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് അവർ കാൻഡിഡേറ്റ് പ്രൊഫൈൽസ് സെർച്ച് ചെയ്യുന്നത്. സോ വെൻ യു അപ്ഡേറ്റ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, പ്ലീസ് അപ്ഡേറ്റ് ഇറ്റ് വിത്ത് ദി റൈറ്റ് കീവേഡ്സ് ആപ്ലിക്കബിൾ ഇൻ യുവർ പ്രൊഫഷൻ ആൻഡ് വിത്ത് ദി റൈറ്റ് സ്കിൽ സെറ്റ്സ് so that you will be easily noticed.